ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് 3 ലെസണിലും 4 ലെസണിലും ഓർഡിനറി ഡിഫറൻസിയേഷനാണ് പറഞ്ഞത് അല്ലേ. നമുക്കൊരു ഫംഗ്ഷൻ എന്നാൽ ഒരു സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻ y=f(x) എന്നാൽ അതിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കാം. അതായത് ഓർഡിനറി ഡെറിവേറ്റീവാണ് അവിടെ വരിക, സിംഗിൾ വേരിയബിളാണ്. ഈ പാർഷ്യൽ ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ പാർഷ്യൽ ഡെറിവേറ്റീവ് നമ്മൾ എപ്പോഴാണ് കൺസിഡർ ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കറിയാം ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ = ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ. ഇപ്പോൾ ഏരിയനെ ഞാൻ Z എന്നും ലെങ്ത്തിനെ X എന്നും ബ്രെഡ്ത്തിനെ Y എന്നും റെപ്രസെൻ്റ് ചെയ്യുകയാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നമുക്കറിയാം ഏരിയ ഈസ് എ ഫംഗ്ഷൻ ഓഫ് X ആൻഡ് Y അല്ലേ. Z എന്ന് പറഞ്ഞ ഏരിയ ആണെങ്കിൽ ആ Z X, Y എന്നീ 2 വേരിയബിൾ അല്ലെങ്കിൽ ലെങ്ത്ത് അല്ലെങ്കിൽ ബ്രെഡ്ത്ത് രണ്ടിൻ്റെയും ഫംഗ്ഷനായിട്ട് വരും. അതായത് ഇവിടെ Z എന്ന് പറയുന്നത് ഒന്നിലധികം വേരിയബിളുടെ ഫംഗ്ഷനായിട്ടാണ് വരുന്നത് അല്ലേ. അതായത് Z ഈസ് എ ഫംഗ്ഷൻ ഓഫ് ബോത്ത് X ആൻഡ് Y, 2 വേരിയബിൾ അവിടെ ഉണ്ട്. ഈ കേസിലാണെങ്കിൽ നമുക്ക് ലെങ്ത് ഒരു വേരിയബിളാണ്, ബ്രെഡ്ത്ത് ഒരു വേരിയബിളാണ്, അതിനനുസരിച്ച് ഫംഗ്ഷൻ മാറിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ 3 വേരിയബിൾ ഇപ്പോൾ വോളിയം വരുവാണ് X, Y, Z. അപ്പം നമുക്കിങ്ങനെ ഒന്നിലധികം വേരിയബിൾസ് വരുന്ന ഫംഗ്ഷൻസിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് പാർഷ്യൽ ഡിഫറൻസിയേഷൻ വരുന്നത്. ഇനി എങ്ങനെയാണ് നമ്മൾ പാർഷ്യൽ ഡിഫറൻസിയേഷൻ ചെയ്യുന്നത്? ഇപ്പോൾ നമുക്കറിയാം ഒരു ഏരിയ എന്ന് പറയുന്നത് ലെങ്ത്ത് മാറുന്നതിനനുസരിച്ച് ഏരിയയിൽ മാറ്റം ഉണ്ടാകും, ബ്രെഡ്ത്ത് മാറുന്നതിനനുസരിച്ച് ഏരിയയിൽ മാറ്റം ഉണ്ടാകും അല്ലേ. സോ ദർ ഈസ് എ ചേഞ്ച് ഇൻ ദ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് ഓൾസോ വിത്ത് റെസ്പെക്ട് ടു വൈ. 2 വേരിയബിളിനനുസരിച്ചും ആ ഫംഗ്ഷന് മാറ്റം ഉണ്ടാവാം. അതായത് ചേഞ്ച് ഓഫ് Z വിത്ത് റെസ്പെക്ട് ടു എക്സിനനുസരിച്ചുള്ള ഇസഡിൻ്റെ ചേഞ്ച് വെൻ y ഈസ് കെപ്റ്റ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമ്മൾ y ഒരു കോൺസ്റ്റൻ്റ് ആണ്, yക്ക് മാറ്റമില്ല എന്ന് അസ്യൂം ചെയ്തുകൊണ്ട് x മാത്രം മാറുകയാണെങ്കിൽ ഇസഡിലുണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച് അതിനെയാണ് നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് Z വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയാം. ഓക്കെ, നമ്മൾ സാധാരണ d/dz ആണ്. ഇപ്പം Z ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണെങ്കിൽ അല്ലെ y ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് എലോൺ ആണെങ്കിൽ, ഒറ്റ വേരിയബിൾ ആണെങ്കിൽ നമ്മളതിന് dz/dx എന്ന് പറയും അല്ലേ. ഇവിടെ Z എക്സിൻ്റെയും വൈയുടെയും ഫംഗ്ഷൻ ആയതുകൊണ്ട് Z എക്സിനനുസരിച്ചും വൈക്ക് അനുസരിച്ചും ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് പാർഷ്യൽ ഡിഫറൻസിയേഷനാണ് നമ്മൾ ചെയ്യുന്നത്, ടോട്ടൽ അല്ല പാർഷ്യൽ ഡിഫറൻസിയേഷൻ. അതായത് ഇസഡിനെ ഫസ്റ്റ് എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അതായത് എക്സിലുണ്ടാവുന്ന ചേഞ്ച് ഇസഡിലുണ്ടാകുന്ന ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു എക്സ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇസഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, അതിനെയാണ് നമ്മൾ വിളിക്കുക പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ഇസഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അതുപോലെ തന്നെ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ഇസഡ് വിത്ത് റെസ്പെക്ട് ടു വൈ വരുമ്പോൾ നമുക്കതിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? ഡോ-z ഡിവൈഡഡ് ബൈ ഡോ-y. നമ്മൾ ഡോ/ഡോ എന്നാണ് നമ്മൾ സാധാരണ എളുപ്പത്തിൽ പറയുക. ഓക്കെ, പാർഷ്യൽ ഡെറിവേറ്റീവ് Z വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഡോ-z/ഡോ-x, പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y ആണ് ഡോ-z/ഡോ-y. ഇനി നമുക്കിപ്പോൾ W=x, y, z എന്നാണ് ഫംഗ്ഷൻ തന്നിരിക്കുന്നതെങ്കിൽ ഇവിടെ ഫംഗ്ഷൻ Wയും വേരിയബിൾസ് എക്സും വൈയും ഇസഡും ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എത്ര ഡെറിവേറ്റീവ്സ് വരും? ഡബ്ല്യുവിനെ ഡോ-w/ഡോ-x, ഡബ്ല്യുവിന് എക്സ് വെച്ചുള്ള ഡിഫറൻസിയേഷൻ. ഇനി ഡോ-w/ഡോ-y, ഡബ്ല്യുവിനെ വൈ വെച്ചുള്ള ഡിഫറൻസിയേഷൻ. ഡോ-w/ഡോ-z. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം ഓർക്കേണ്ടത് വെൻ യു ഡിഫറൻഷിയേറ്റ് Z വിത്ത് റെസ്പെക്ട് ടു എക്സ് കീപ് y ആസ് എ കോൺസ്റ്റൻറ്റ്. അവിടെ y ഉണ്ടെങ്കിൽ ആ വൈനെ നമ്മളൊരു കോൺസ്റ്റൻ്റ് എന്ന് കരുതും. കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ Z= 3x എന്ന് പറയുമ്പോൾ 3 കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ Z= xyയിൽ എക്സ് വെച്ച് ചെയ്യുമ്പോൾ y കോൺസ്റ്റൻറ്റ്, y വെച്ച് ചെയ്യുമ്പോൾ എക്സ് കോൺസ്റ്റൻറ്റ്. അതുപോലെ ഇവിടെ ഡബ്ല്യുവിനെ എക്സ് വെച്ച് ചെയ്യുമ്പോൾ വൈയും ഇസഡും കോൺസ്റ്റൻറ്റ്. ഇനി y വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ എക്സും ഇസഡും കോൺസ്റ്റൻറ്റ്. ഇനി ഇസഡ് വെച്ചാണ് ചെയ്യുന്നതെങ്കിലോ എക്സും വൈയും കോൺസ്റ്റൻറ്റ്. ഈ രീതിയിലാണ് നമ്മൾ പാർഷ്യൽ ഡിഫറൻസിയേഷൻ്റെ കൺസെപ്റ്റിലേക്ക് വരുന്നത്. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് തന്നാൽ ഇനി ഇതുപോലെ തന്നെ നമുക്കിവിടെ ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സും കൂടെ പറയേണ്ടതുണ്ട്. അതായത് നമ്മൾ ഓർഡിനറിയിൽ ഇപ്പോൾ ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ് ഞാൻ പറഞ്ഞില്ല, അത് നമുക്ക് പിന്നീട് വേറൊരു ക്ലാസ്സിൽ എടുത്തു തരാം. ഇവ നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ്, അതായത് ഇസഡിനെ നമ്മൾ ഒരു പ്രാവശ്യം എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് Z വിത്ത് റെസ്പെക്ട് ടു എക്സ്. അതിനെ വീണ്ടും നമ്മൾ ഒരു പ്രാവശ്യം കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ് എക്സ് വെച്ച് തന്നെ. അതായത് ഡോ/ഡോ-x ഓഫ് നമ്മൾ ആദ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് എന്താണ്? ഡോ-z/ഡോ-x. അതാണ് നമ്മുടെ സെക്കൻഡ് ഡെറിവേറ്റീവ്. ഓക്കെ,
അതിനെ നമ്മൾ എഴുതുക ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് സ്ക്വയർ എന്നാണ്. 2 പ്രാവശ്യം ഇസഡിനെ എക്സ് വെച്ച് പാർഷ്യൽ ഡിഫറൻസിയേഷൻ ചെയ്യുന്നു. അതുപോലെ നമുക്ക് വൈ വെച്ചാണെങ്കിലോ ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ വൈ സ്ക്വയർ അല്ലേ, 2 പ്രാവശ്യം വൈ വെച്ച് ചെയ്യുന്നു. ഇനി മറ്റു 2 പാർഷ്യൽ ഡെറിവേറ്റീവ്സും കൂടെ സെക്കൻഡ് ഓർഡറിൽ വരും. ഏതൊക്കെയാണ്? അതായത് ഡോ ഇസഡ് ബൈ ഡോ എക്സിനെ നമ്മൾ വൈ വെച്ച് ചെയ്യുകയാണെന്ന് ഓർത്തു. അതായത് ആദ്യം നമ്മൾ എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യും, പിന്നെ വൈ കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നതിനെ ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ വൈ ഡോ എക്സ് എന്ന് പറയും. ആദ്യം എക്സ് വെച്ച് ചെയ്യുന്നു, പിന്നീട് വൈ വെച്ച് ചെയ്യുന്നു. അല്ലെ നേരെ തിരിച്ച് വരാം, ഡോ ബൈ ഡോ എക്സ്, അതായത് ആദ്യം വൈ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്ത ഫംഗ്ഷനെ പിന്നീട് എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് ഡോ വൈ. അതായത് നമുക്ക് സെക്കൻഡ് ഓർഡറിൽ വരുമ്പോൾ, അതായത് രണ്ടാമത് ഫസ്റ്റ് ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വീണ്ടും ഒന്നും കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 4 ടൈപ്പ് വരും. ഒന്ന് എക്സ് വെച്ച് തന്നെ വൈ കോൺസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്തുകൊണ്ട് എക്സ് വെച്ച് 2 പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു, ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് സ്ക്വയർ. ഇനി എക്സ് കോൺസ്റ്റൻ്റ് ആക്കി വെച്ചുകൊണ്ട് വൈ വെച്ച് 2 പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു, ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ വൈ സ്ക്വയർ. ഇനി നേരെ തിരിച്ച് എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്തതിനെ പിന്നെ വൈയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. അപ്പോൾ എക്സ് കോൺസ്റ്റൻ്റ് ആയിട്ടാണ് കരുതുക. അപ്പോൾ ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ വൈ ഡോ എക്സ് എന്ന് കിട്ടും. തിരിച്ച് എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്തതിനെ വൈ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു, അല്ല വൈയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്തതിനെ എക്സ് വെച്ച് ചെയ്യുന്നു, അതിനെ ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ്. ഇത് രണ്ടും എപ്പോഴും സെയിം ആയിരിക്കും കേട്ടോ. നമ്മൾ ആദ്യം എക്സ് വെച്ച് ചെയ്യുന്നു, പിന്നെ വൈ വെച്ച് ചെയ്യുന്നതും, ആദ്യം വൈ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എക്സ് വെച്ച് ചെയ്യുന്നതും രണ്ടും സെയിം ആയിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പ്രോബ്ലം ഒന്നും ചെയ്തില്ല, ഞാൻ അതിൻ്റെ കൺസെപ്റ്റ് മാത്രമാണ് പറഞ്ഞത്. ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് എന്താണ്? ഡോ സെഡ് ബൈ ഡോ എക്സ്, ഡോ സെഡ് ബൈ 2 വേരിയബിളേ ഉള്ളെങ്കിൽ. ഓക്കെ, നമുക്കിനി കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഏറ്റവും ആദ്യം നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ തന്നെ ഇവിടെ നമുക്ക് നോക്കാം. അതായത് നമുക്ക് എന്താ തന്നിരിക്കുക? ഇസഡ് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ. എന്നോട് പറയാണ് ഡോ സെഡ് ബൈ ഡോ എക്സ് കണ്ടുപിടിക്കുക. അപ്പോൾ എന്താ ചെയ്യണേ? ഇസഡിനെ എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം വൈ കോൺസ്റ്റൻ്റ് ആണ്. ഇപ്പം നിങ്ങളിങ്ങനെ വിചാരിക്കുക, നമുക്ക് ഇസഡ് ഈസ് ഈക്വൽ ടു 3x എന്ന് തന്നിരുന്നാൽ നമ്മളതിനെ എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും? ഡി ഇസഡ് ബൈ ഡി എക്സ് എന്തായിരിക്കും? 3 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്റ്റ് എക്സ് 1 അല്ലേ, 3 ഇൻറ്റു 1 എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വൈ ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഞാൻ വേണമെങ്കിൽ അതിന് ഒരു കോൺസ്റ്റൻറ്റിൻ്റെ ഒരു നൊട്ടേഷൻ കൊടുക്കാം. അതായത് എക്സ് ഇപ്പോൾ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വൈ ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് നമ്മൾ കരുതുക. അപ്പോൾ നമ്മൾ എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും? എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വൈ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ വൈ ഇൻറ്റു കെ ഇൻറ്റു, ഇപ്പോൾ വൈയുടെ സ്ഥാനത്ത് കെ ആയിരുന്നെങ്കിൽ കെ ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 എന്ന് എഴുതും അല്ലേ, വിത്ത് റെസ്പെക്റ്റ് ടു എക്സ്. പക്ഷേ ഇവിടെ നമുക്ക് കെ അല്ല വൈ എന്നാണ് തന്നിരിക്കുന്നത്. അതായത് നമുക്ക് വൈയുടെ സ്ഥാനത്ത് കോൺസ്റ്റൻ്റ് ആണ് എന്ന് അസ്യൂം ചെയ്തുകൊണ്ട് ഓക്കെ വൈയുടെ സ്ഥാനത്ത് നമ്മളൊരു കോൺസ്റ്റൻ്റ് ആണെന്ന് അസ്യൂം ചെയ്യുവാണെങ്കിൽ ഒരു കോൺസ്റ്റൻ്റ് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണോ സാധാരണ ഡിഫറൻസിയേഷൻ ചെയ്യുന്നത് അതുപോലെ തന്നെ ചെയ്യുക. അപ്പോൾ വൈ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ദ കോൺസ്റ്റൻ്റ് ഇൻറ്റു ബാക്കി വരുന്നത് ഏതാ? എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്റ്റ് ടു എക്സ് 1, ഡി എക്സ് ബൈ ഡി എക്സ് നമുക്കറിയാമല്ലോ 1. ഇനി തിരിച്ച് ഡോ സെഡ് ബൈ ഡോ വൈ. ഓക്കെ, ഡോ സെഡ് ബൈ ഡോ വൈ ചെയ്യുമ്പോൾ ഇവിടെ എങ്ങനെ വരും? നമുക്ക് ഡോ സെഡ് ബൈ ഡോ വൈ ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം, എക്സ് ആണ് കോൺസ്റ്റൻ്റ് ആയിട്ട് കരുതേണ്ടത്, വൈ ആണ് വേരിയബിൾ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? കോൺസ്റ്റൻ്റ് ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ്. ഇവിടെ വൈയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ വിത്ത് റെസ്പെക്റ്റ് ടു വൈ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഡി എക്സ് ബൈ ഡി എക്സ് അല്ലെ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് 1 എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഡി വൈ ബൈ ഡി വൈ അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് വൈ. ഇത് എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ വൈ എന്ന് കൊടുത്തതേ ഉള്ളൂ. വേരിയബിൾസിനെ നമ്മൾ പല അക്ഷരങ്ങൾ ഉപയോഗിച്ച് പല ലെറ്റേഴ്സ് ഉപയോഗിച്ച് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാമല്ലോ. അപ്പോൾ ഡി വൈ ബൈ ഡി വൈ, എക്സിന് പകരം വൈ ആണെങ്കിലും 1, ഇനി അത് ഡി ഇസഡ് ബൈ ഡി ഇസഡ് ആണെങ്കിലും 1 എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഇസഡിനെ നമ്മൾ വൈ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എക്സ് കോൺസ്റ്റൻ്റ് ആണ്. സോ എക്സ് ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്റ്റ് ടു വൈ, ഡി വൈ ബൈ ഡി വൈ എന്ന് വരും അല്ലേ. പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്റ്റ് ടു വൈ, ഇസഡ് വിത്ത് റെസ്പെക്റ്റ് ടു വൈ വിത്ത് റെസ്പെക്റ്റ് ടു വൈ എന്ന് പറയുമ്പോൾ 1. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ വൈ, ഇതിൻ്റെ ആൻസർ എക്സ്. അപ്പോൾ ഓരോ പ്രാവശ്യം ഓർക്കേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷനകത്ത് എക്സ് വെച്ചിട്ടാണ് ഡിഫറൻഷ്യേറ്റ്. എക്സ് ഇവിടെ താഴെ നോക്കുക, ഏത് വേരിയബിൾ വെച്ചാണോ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്
ആ വേരിയബിൾ അല്ലാതെ അതിലുള്ള എല്ലാ വേരിയബിളും കോൺസ്റ്റൻ്റ് എന്ന് കരുതുക. എന്നിട്ട് ആ വേരിയബിളിനെ മാത്രം ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, ആ കോൺസ്റ്റൻ്റ് അതനുസരിച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ y വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ വൈയോട് ചേർന്ന് വരുന്ന മറ്റെല്ലാ വേരിയബിളും എക്സോ എന്താണെങ്കിലും അതിൻ്റെ ഫങ്ഷൻസോ എന്ത് വന്നാലും അത് കോൺസ്റ്റൻ്റ് ആയിട്ട് കരുതുക. ഇനി മറ്റൊരു പ്രോബ്ലം നോക്കാം. സിമ്പിൾ പ്രോബ്ലംസ് ആദ്യം കാണിച്ചു തരാം. z = x+y. നോക്കിയോ, ഇവിടെ നമ്മൾ എന്താ ചെയ്യുക? ഡോ z ബൈ ഡോ എക്സ്, എക്സ് വെച്ച് ചെയ്യുന്നു. ആദ്യത്തെ ടേം എക്സ് അല്ലേ, നമുക്കറിയാമല്ലോ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ടേം ബൈ ടേം ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യത്തെ എക്സിൻ്റെ ഇസഡിനെ എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ ടേം എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. എക്സിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ 1, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. ഇനി രണ്ടാമത്തെ ടേം വൈ, വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ലേ. നമ്മൾ ഇസഡിനെ എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇസഡ് ഇവിടെ x+y ആണ്. ഇസഡിൻ്റെ ആദ്യത്തെ ടേം എക്സ് ആണ്, അപ്പോൾ എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1 എന്ന് വന്നു. z/x. ഇനി വൈനെ എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ്, അതായത് ഡോ ബൈ ഡോ എക്സ് ഓഫ് വൈ എന്നാണ് വരുന്നത്. വൈ എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. ഇപ്പം നമ്മൾ d/dx ഓഫ് 3 എന്താ? 0 എന്ന് നമുക്കറിയാം. d/dx ഓഫ് 5 എന്താ? 0 എന്ന് പറയാം. d/dx ഓഫ് k എന്താ? 0 എന്ന് പറയാം. അതായത് കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് 0 ആണെന്നറിയാം. അപ്പോൾ ഇവിടെ എക്സ് വെച്ച് നോക്കുമ്പോൾ y കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ വൈയുടെ ഡെറിവേറ്റീവ് 0 ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ 1 ആണ്. ഇനി അതുപോലെ തിരിച്ച് z = x+y അടുത്ത ഡെറിവേറ്റീവ് ഡോ z ബൈ ഡോ വൈ. വൈ വെച്ച് ചെയ്യുമ്പോൾ എക്സ് എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ വൈ വെച്ച് ചെയ്യുമ്പോൾ എക്സ് ആണ് കോൺസ്റ്റൻ്റ്. അപ്പോൾ എക്സിൻ്റെ ഡെറിവേറ്റീവ്, കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് 0. ഇനി വൈയുടെ ഡെറിവേറ്റീവ്, വൈ വെച്ചാണല്ലോ വൈയുടെ ഡെറിവേറ്റീവ് വരുമ്പോൾ 1. അപ്പോൾ അതിൻ്റെ ആൻസർ 1. ഓക്കെ, അടുത്തൊരു പ്രോബ്ലം നോക്കാം. z = x²y³. ഈ ഫംഗ്ഷൻ നോക്കിയോളൂ. ഇവിടെ നമുക്ക് ആദ്യം ഡോ z ബൈ ഡോ എക്സ് ചെയ്യാം. അത് ചെയ്യുമ്പോൾ നമുക്കറിയാം എക്സ് വെച്ച് ചെയ്യുമ്പോൾ ഇതിനെ ഈ സെഡിനെ എക്സ് വെച്ച് ചെയ്യുമ്പോൾ വൈയും വൈയുടെ എല്ലാ ഫംഗ്ഷനും എന്താണ്? വൈയും വൈയുടെ എല്ലാ ഫംഗ്ഷനും കോൺസ്റ്റൻ്റ് ആണ്. അതായത് y³ കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഡോ z ബൈ ഡോ എക്സ് ചെയ്യുമ്പോൾ y³ കോൺസ്റ്റൻ്റ് ആണ്. y³ x²ൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. x² ഡെറിവേറ്റീവ് എന്താണ്? 2x എന്ന് നമ്മൾ ഓർഡിനറി ഡിഫറൻസിയേഷൻ ചെയ്യുന്നത് പോലെ തന്നെ. ഓക്കെ, മറ്റ് ഫംഗ്ഷനെ മറ്റേ വേരിയബിളിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്തതിന് ശേഷം തന്നിരിക്കുന്ന വേരിയബിളിൻ്റെ ഓർഡിനറി ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ x² ഡെറിവേറ്റീവ് 2x. അപ്പം നമുക്ക് എന്താ ആൻസർ കിട്ടുക? 2xy³. അതായത് ഇപ്പോൾ kx² എന്ന് തന്നിരുന്നാൽ k × 2x എന്ന് എഴുതുന്നത് പോലെയാണ്. y³ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് y³ × x² ഡെറിവേറ്റീവ് 2x. ഓക്കെ, ഇനിയിപ്പോൾ അതിൻ്റെ ഡോ z ബൈ ഡോ വൈ എന്താണ്? ഡോ z ബൈ ഡോ വൈ എന്ന് പറയുമ്പോൾ ഇവിടെ y വെച്ചാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത് അല്ലേ. ഇവിടെ താഴെ നോക്കുക, y വെച്ച്. അപ്പോൾ എക്സ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എക്സും എക്സ് ഉൾപ്പെടുന്ന ഫംഗ്ഷനും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ കോൺസ്റ്റൻ്റ് ഇൻറ്റു കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു k, x² y³ y വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ സെയിം വേരിയബിളാണ്. അപ്പോൾ y³ ഡെറിവേറ്റീവ് എന്നാ? 3y². അതായത് x³ ഡെറിവേറ്റീവ് 3x² എന്ന് പറയുന്ന പോലെ തന്നെയാണ് വൈനെ y വെച്ച് ചെയ്യുമ്പോൾ y³ ഡെറിവേറ്റീവ് 3 × y⁻³ - 1, അതായത് 3y². അപ്പോൾ നമുക്ക് 3 × x²y². ഓക്കെ, മറ്റൊരു പ്രോബ്ലം. z = sin y പ്ലസ് cos x പ്ലസ് e⁻x. ഓക്കെ, ഇപ്പോൾ ഡോ z ബൈ ഡോ എക്സ് ചെയ്യുകയാണെന്ന് ഓർത്തു. എക്സ് വെച്ച് ചെയ്യുമ്പോൾ വൈയും വൈയുടെ ഫംഗ്ഷനും സൈൻ വൈ എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് അതിൽ എക്സ് ഇല്ല അല്ലേ. അപ്പം സൈൻ വൈയുടെ ഡെറിവേറ്റീവ് 0. കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവോ എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് -sin x പ്ലസ് അടുത്തത് e⁻x ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് e⁻x തന്നെ. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം ഇറ്റ് ഈസ് -sin x പ്ലസ് e⁻x എന്നാണ്. ഇനി ഇതിന് നമ്മൾ ഡോ z ബൈ ഡോ വൈ ചെയ്യുവാണെന്ന് ഓർത്തു. അതായത് വൈ വെച്ചാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതെങ്കിൽ സൈൻ വൈയുടെ ഡെറിവേറ്റീവ് വൈ വെച്ചല്ലേ ചെയ്യുന്നത്. അപ്പോൾ സൈൻ വൈയുടെ ഡെറിവേറ്റീവ് കോസ് വൈ. ഇനി കോസ് എക്സിനെ വൈ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ കോസ് എക്സ് ആണ് ഫംഗ്ഷൻ, നമ്മൾ ചെയ്യുന്നത് വൈ വെച്ചിട്ടാണ്. അപ്പോൾ വൈ വെച്ച് ചെയ്യുമ്പോൾ എക്സ് കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് 0 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? 0
പ്ലസ് അതുപോലെ തന്നെ ഇ റേസ് ടു എക്സ് എന്ന് പറയുന്നത് എക്സിലുള്ള ഫംഗ്ഷനാണ്, പക്ഷെ വൈ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇ റേസ് ടു എക്സ് കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ ഡെറിവേറ്റീവ് 0 ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ കോസ് വൈ. ഇനി മറ്റൊരു ഫംഗ്ഷൻ നോക്കുക. ഇസഡ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് വൈ പ്ലസ് വൈ റേസ് ടു 4. ഓക്കെ, എല്ലാം സിമ്പിളായിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ചെയ്യിക്കുന്നു. ഇപ്പോൾ ഡോ സെഡ് ബൈ ഡോ എക്സ് എന്താവും? എക്സ് സ്ക്വയർ എക്സ് വെച്ച് ചെയ്യുമ്പോൾ 2x അല്ലേ. എക്സ് ക്യൂബ് വൈ എക്സ് വെച്ച് ചെയ്യുമ്പോൾ എക്സ് ക്യൂബ് വൈയിൽ വൈ കോൺസ്റ്റൻറ്റ്, അപ്പോൾ വൈ ഇൻറ്റു എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x² പ്ലസ് അടുത്ത ടേം വൈ റേസ് ടു 4. വൈ റേസ് ടു 4നെ എക്സ് വെച്ച് ചെയ്യുമ്പോൾ വൈ കോൺസ്റ്റൻ്റ് ആണ്, വൈ റേസ് ടു 4 കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ 0 എന്നല്ലേ വരുള്ളൂ. ഇനി ഡോ സെഡ് ബൈ ഡോ വൈ ചെയ്യുവാണെങ്കിലോ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് വൈ വെച്ച് ചെയ്യുമ്പോൾ എക്സും എക്സ് സ്ക്വയറും ഒക്കെ കോൺസ്റ്റൻ്റ്, അപ്പോൾ 0. എക്സ് ക്യൂബ് വൈനെ വൈ വെച്ച് ചെയ്യുമ്പോൾ എക്സ് ക്യൂബ് കോൺസ്റ്റൻ്റ് ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് എന്താ? വൈ വെച്ച് 1 പ്ലസ് വൈ റേസ് ടു 4 മൂന്നാമത്തെ ടേം വൈ റേസ് ടു 4ൻ്റെ ഡെറിവേറ്റീവ് വൈ വെച്ച് ചെയ്യുമ്പോൾ എന്ത് വരും? വൈ റേസ് ടു n-ൻ്റെ ഡെറിവേറ്റീവ് 4 ഇൻറ്റു വൈ ക്യൂബ് അല്ല, എക്സ് റേസ് ടു n-ൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞ പോലെ വൈ വെച്ച് ചെയ്യുമ്പോൾ വൈ റേസ് ടു n-ൻ്റെ ഡെറിവേറ്റീവ് n ഇൻറ്റു വൈ റേസ് ടു n മൈനസ് 1 അല്ലെങ്കിൽ 4 ഇൻറ്റു വൈ റേസ് ടു 4 മൈനസ് 1. ഓക്കെ, നെക്സ്റ്റ് ഒരെണ്ണോടെ കാണിച്ചു തരാം. ഇസഡ് ഇസ് ഈക്വൽ ടു സൈൻ ഓഫ് ഓക്കെ സൈൻ എക്സ് ഇൻറ്റു കോസ് വൈ എന്ന് ചെയ്ത് നോക്കാം. സൈൻ എക്സ് ഇൻറ്റു കോസ് വൈ ഇവിടെ നോക്കിക്കോളൂ. ഇവിടെ നമ്മൾ ഡോ സെഡ് ബൈ ഡോ എക്സ് ചെയ്യുവാണ്. അപ്പം നമ്മൾ ശരിക്കും ഇവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നോക്കിക്കോ, ഇവിടെ എക്സിൻ്റെ ഫംഗ്ഷൻ സൈൻ എക്സ്, കോസ് വൈ എന്ന് പറയുന്നത് വൈയുടെ ഫംഗ്ഷനാണ്. അപ്പോൾ കോസ് വൈ എന്ന് പറയുന്നത് എന്താണ്? ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഒരു കോൺസ്റ്റൻ്റ് ഇൻറ്റു ഫോർ എക്സാമ്പിൾ 3 ഇൻറ്റു സൈൻ എക്സ് എന്ന് വന്നാൽ നമ്മൾ എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും? 3 ഇൻറ്റു എന്ന് എഴുതിയിട്ട് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എഴുതും. എന്ന് പറഞ്ഞ പോലെ സൈൻ എക്സ് ഇൻറ്റു കോസ് വൈനെ എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ കോസ് വൈ ഇൻറ്റു കോസ് വൈ കോൺസ്റ്റൻറ്റ് ഇൻറ്റു സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എഴുതുക. എന്താണത്? കോസ് എക്സ്. തിരിച്ചിനി വൈ വെച്ചാണ് ചെയ്യുന്നതെങ്കിലോ അപ്പോൾ എല്ലാം തിരിഞ്ഞു വരും. അതായത് ഇവിടെ വൈ വെച്ച് ചെയ്യുമ്പോൾ എക്സ് ആണ് കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്നത് അല്ലേ. അതായത് ഈ സൈൻ എക്സ് ആണ് കോൺസ്റ്റൻ്റ് ആയിട്ട് വരിക. അതായത് കെ ഇൻറ്റു കോസ് വൈ എന്നുള്ള രീതിയിലാണ് വരിക. കെ ആണ് സൈൻ എക്സ്, അതായത് സൈൻ എക്സ് ആണ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ആ കോൺസ്റ്റൻ്റ് ഇൻറ്റു പിന്നെ വരുന്നത് കോസ് വൈ. കോസ് വൈനെ വൈ വെച്ച് ചെയ്യുന്നു, അതായത് കോസ് വൈയുടെ ഡെറിവേറ്റീവ് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് കോസ് വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ എന്ന് പറയുന്നത് മൈനസ് സൈൻ വൈ. ഓക്കെ, ഇതുപോലെ നമുക്ക് ഒരെണ്ണം കൂടെ കാണിച്ചു തരാം. സൈൻ ഇസഡ് ഈസ് ഈക്വൽ ടു സൈൻ എക്സ് വൈ. ഓക്കെ, എഴുതിയിരിക്കുന്നത് നിങ്ങൾ നോക്കി. ഇവിടെ നമ്മൾ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരുന്നുണ്ട്. അതായത് ഡോ സെഡ് ബൈ ഡോ എക്സ്. അപ്പോൾ എക്സ് വെച്ച് ചെയ്യുമ്പോൾ സൈൻ എക്സിൻ്റെയും ഫംഗ്ഷനാണ് വൈയുടെയും ഫംഗ്ഷൻ. അപ്പോൾ സൈൻ എക്സ് വൈ എന്ന് ഒരുമിച്ച് വരുമ്പോൾ സൈൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്നാ? കോസ്. നമ്മൾ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുന്ന പോലെ. അതായത് ഇപ്പോൾ ഇവിടെ ഇസഡ് ഈസ് ഈക്വൽ ടു സൈൻ 2x എന്ന് വന്നായിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്തേനെ? ഇസഡ് ഈസ് ഈക്വൽ ടു സൈൻ 2x എന്ന് വന്നാൽ നിങ്ങൾക്കറിയാം ഡി സെഡ് ബൈ ഡി എക്സ് എന്ന് പറയുന്നത് സൈനിൻ്റേത് കോസ് 2x പിന്നെ 2xനകത്ത് 2 കൂടെ മൾട്ടിപ്ലൈ ചെയ്തിരുന്നു എന്ന് പറഞ്ഞ പോലെ സൈൻ എക്സ് വൈനെ എക്സ് വെച്ച് ചെയ്യുമ്പോൾ ഈ വൈ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ 2ഓ 3ഓ എന്ന് പറയുന്നത് പോലെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്കതിനെ സങ്കല്പിക്കുക. അതായത് സൈൻ എക്സ് ഇൻറ്റു 2 എന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? എക്സ് വെച്ച് ചെയ്യുമ്പോൾ കോസ് എക്സ് ഇൻറ്റു 2 കോസ് 2x ഇൻറ്റു 2 എന്ന് എഴുതില്ലേ എന്ന് പറഞ്ഞ പോലെ ഇവിടെ ആ 2വിൻ്റെ സ്ഥാനത്ത് കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്നത് വൈ ആണ്. അപ്പം സൈൻ എക്സ് വൈയുടെ ഡെറിവേറ്റീവ് കോസ് എക്സ് വൈ ഇൻറ്റു അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് എക്സിൻ്റെ കോഷ്യൻ്റ് ആയിട്ട് വരുന്ന കോൺസ്റ്റൻറ്റ് വൈ, അതായത് വൈ ഇൻറ്റു കോസ് എക്സ് വൈ എന്ന് വരും. അതുപോലെ തന്നെ തിരിച്ച് നമുക്ക് ഡോ സെഡ് ബൈ ഡോ വൈ ചെയ്യുമ്പോഴോ സൈൻ എക്സ് വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് വൈ. അതിനകത്ത് എക്സും വൈയുടെയും ഫംഗ്ഷനായിട്ടാണ് സൈൻ വരിക. അപ്പോൾ സൈൻ്റെ ഡെറിവേറ്റീവ് മൈനസ് കോസ് ആണെന്ന് അറിയാം. അല്ല സോറി ഓക്കെ, ഇവിടെ സൈനിൻ്റെ ഡെറിവേറ്റീവ് കോസ്. ഇനി നമുക്കിവിടെ സൈനിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് വൈ എന്ന് തന്നെ വരും. ഇൻറ്റു പക്ഷേ എന്താണ് വരിക? വൈ വെച്ച് ചെയ്യുമ്പോൾ എക്സിൻ്റെ സ്ഥാനത്താണ് കോൺസ്റ്റൻറ്റ് വരിക. എക്സ് ആണ് ഒരു കെ അല്ലേ 2 എന്നൊക്കെ നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റത്തുള്ളൂ. വൈ വെച്ചല്ലേ ചെയ്യുന്നത്. അപ്പം ഏതാണ് അവിടെ കോൺസ്റ്റൻറ്റ്?
എക്സ്. അപ്പോൾ കോസ് എക്സ് വൈ ഇൻറ്റു വൈയുടെ കോഷ്യൻ്റായിട്ട് വരുന്ന എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എക്സ് ഇൻറ്റു കോസ് എക്സ് വൈ. ഓക്കെ, ഇതുപോലെ ഒരുപാട് പ്രോബ്ലം ചെയ്തെങ്കിൽ മാത്രമേ നമുക്കിത് വളരെ തറവാവുള്ളൂ. ഇപ്പോൾ അതിൻ്റെ ബേസിക് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. ഏറ്റവും ബേസിക്കായിട്ട് എന്താണ് പാർഷ്യൽ ഡെറിവേറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എങ്ങനെ നമുക്ക് പാർഷ്യൽ ഡിഫറൻസിയേഷൻ ചെയ്യാമെന്നുള്ളത്. ഇതുപോലെ ഒരുപാട് ഫങ്ഷൻസ് എടുത്ത് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു.